പ്രിയമുള്ളവരെ, ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ ടി വി വാർത്ത കണ്ടുവരുന്നപ്പോൾ ഞെട്ടിപ്പോയി. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത് സ്വാമി വിവേകാനന്ദൻ്റെ ഒരു വാചകമാണ്. അദ്ദേഹം കേരളത്തിൽ വന്നപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ കണ്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, കേരളം ഒരു പ്രാന്താലയമാണെന്ന്. ഇന്നലത്തെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് കേരളം പ്രാന്താലയം മാത്രമല്ല, ഒരു ചട്ടമ്പി ലോകമാണെന്ന്. 2 ദിവസമേ ആയിട്ടുള്ളൂ ഒരു CSI ഉദ്യോഗസ്ഥർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഉദ്യോഗസ്ഥർ ഒരു പയ്യനെ 25 വയസ്സുള്ള പയ്യനെ ഇടിച്ചു കൊന്ന് കളഞ്ഞിട്ട്. അതുപോലെയാണ് ഒരു അഭിഭാഷകൻ, അതായത് രാജ്യത്തെ പാവപ്പെട്ട നിയമങ്ങൾക്ക് നീതി നടപ്പാക്കി കൊടുക്കാൻ നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു അഭിഭാഷകൻ സ്വന്തം സഹപ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച് മോന്തയ്ക്ക് ഇടിച്ചു പൊട്ടിച്ച്, അവരുടെ മുഖം കണ്ടാൽ അറിയാം, ഇടിച്ച് പൊട്ടിച്ച് ചതച്ച് രക്തം കല്ലിച്ച് കിടക്കുന്ന മുഖവുമായി അവർ ടി വിക്ക് മുന്നിൽ വന്ന് ഞെട്ടിപ്പോകുന്ന ആ പരിതാപകരമായ കാഴ്ച കണ്ട് അദ്ദേഹത്തെ കോടതി ക്രൂരമായ കുറ്റത്തിന് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇന്നലെ വഞ്ചിയൂർ കോടതി വളപ്പിൽ നടന്ന സംഘർഷം, അതായത് ഏഷ്യാനെറ്റ് ന്യൂസ് റീഡറെ, ഏഷ്യാനെറ്റ് പത്രപ്രവർത്തകനെ മർദ്ദിക്കുക മാത്രമല്ല, വക്കീലന്മാർ ആക്രോശിക്കുകയാണ്. ഇറങ്ങിപ്പോയിടാ, ഒറ്റ പത്രപ്രവർത്തകരെ ഈ പരിസരത്തെ കണ്ടുപോരുതെന്ന്. അതിനൊപ്പം കൂട്ടുനിൽക്കുന്ന പോലീസുകാരും. ഈ അവസ്ഥ കണ്ട് ചട്ടമ്പി ലോകമൊന്നുമില്ലാതെ ഈ വക്കീലന്മാരെ എന്താണ് വിളിക്കേണ്ടത്? കേരളത്തിന് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്നല്ല, കേരളത്തിലെ എല്ലാ മനുഷ്യർക്കും ഭ്രാന്ത് പിടിച്ച അവസ്ഥയാണ്. സർക്കാർ ഉദ്യോഗസ്ഥനോ വക്കീലന്മാരെന്നോ അല്ലെങ്കിൽ ജഡ്ജി എന്നോ പോലും ഇല്ലാത്ത അവസ്ഥയിൽ ജഡ്ജിമാരൊക്കെ കൈക്കൂലിയുടെ ആശാന്മാരായി മാറിയിരിക്കുന്ന വാർത്തകളാണ് നിത്യേന വന്നുകൊണ്ടിരിക്കുന്നത്. ഇവരുടെയൊന്നും സമ്പത്ത് അന്വേഷിക്കാൻ പോലും ഇവിടെ ഒരു വ്യവസ്ഥതയില്ലെന്നുള്ളതാണ്. ഇത്തരം ഒരു പ്രാന്താലയത്തിൽ, ഈ ചട്ടമ്പി ലോകത്തിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പാവപ്പെട്ടവർക്ക് നീതി നേടിക്കൊടുക്കേണ്ട ഈ വക്കീലന്മാർ ചട്ടമ്പിമാരായാൽ ഇവിടെ ആർക്കെങ്ങനെയാണ് നീതി കിട്ടുക? ഇവരെ ചട്ടമ്പിമാരാക്കുന്ന ഈ വ്യവസ്ഥിതിയും ഭരണകൂടവും എന്തിനാണ് ഈ കേരളത്തിൽ? നമുക്ക് ജനങ്ങൾക്ക് ആവശ്യമുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഈ ചട്ടമ്പിമാരും ഈ ഭ്രാന്ത് പിടിച്ച ഭരണവും ഈ പോലീസ് ഉദ്യോഗസ്ഥർ അവർക്ക് ഒത്താശ ചെയ്തു. ഇവിടെ എല്ലാ ക്രിമിനലുകൾക്കും പോലീസ് ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്ത 100 കണക്കിന് തെളിവുകളാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഈ ഭ്രാന്ത് പിടിച്ച ഭരണത്തെയും ഭ്രാന്ത് പിടിച്ച ഉദ്യോഗസ്ഥരെയും ഇവിടെ വെച്ച് പാഴിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? നമ്മൾ ഇനിയും ഈ ചട്ടമ്പി ലോകമായി മുന്നോട്ട് പോയാൽ കേരളത്തിൻ്റെ അവസ്ഥ എന്തായിത്തീരുമെന്ന് നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ നമ്മൾ മനുഷ്യരല്ലാതായിത്തീരും. അതുകൊണ്ട് നമ്മൾ മനുഷ്യരാകണമെങ്കിൽ ഈ ചട്ടമ്പിത്തരം, എല്ലാവരുടെയും ചട്ടമ്പിത്തരം അവസാനിപ്പിക്കുന്ന തരത്തിൽ സർക്കാർ ഇവിടെ ഉണ്ടാകും.